അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹസ്സാൻ ഇബ്നു സാബിത്ത് ചെല്ലെ ഒരു സ്വഹാബി പള്ളിയിൽ വെച്ചിട്ട് പാട്ട് പാടിയോണ്ടിരുന്നു. അപ്പോൾ ഒരാൾ ആ പാട്ട് കേട്ടിട്ട് ഒരു അസമാധാനത്തെ നോട്ടം നോക്കി. പള്ളിയിൽ സാധാരണ ഖുർആൻ ഓതലെ നിസ്കരിക്കുന്ന പക്കല്ലേ, അപ്പോൾ ഉടന്തി പിന്നെ മദ്ഹ് പാട്ട് പാടരെ ചെല്ലെ ഒരു അസമാധാനത്തെ നോട്ടായിട്ടിരുന്നു. അത് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലു, "ഖദ് കുന്തു അൻഷദു വഫീഹി മൻ ഹുവ ഖൈറും മിൻക." നിങ്ങളാണ്ട് എത്രയോ ഹൈറായ ഒരാളുടെ എതിരിൽ ഇരുന്നാണ് പാടിയോണ്ടിരുന്നത്. ഈ പാട്ട് ഇന്ത്യ ഇന്നാലെ പാടിയതല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ടിരിക്കുന്നു. അപ്പോൾ നബി തങ്ങളെ മുന്നിലേ ഞാൻ ഇത് പാടിയോണ്ടിരുന്നത് ചെന്നിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അയലോട്ട് ചെന്നിട്ട് എന്ന് മാത്രമല്ല മുട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വെച്ചിരുന്നത് അയലോട്ടം കേടുത്ത് ഒക്കാല്ലേ നാനും മുന്നിൽ പാടിയിട്ടില്ല ഇത്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, "നാം ഖണ്ഡിതമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ ഇത് പാടിയോണ്ടിരുന്നാറ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രോത്സാഹം കൊടുത്തോണ്ടിരുന്നത്. മാത്രമല്ല ദുആർന്ന് കൊടുത്തിരുന്നു, അല്ലാഹുമ്മ അയ്യിദുഹു ബി റൂഹിൽ ഖുദുസ്." പഠിച്ചവനെ ഹസ്സാൻ ഇബ്നു സാബിത്ത് നീന് റൂഹുൽ ഖുദുസ് കൊണ്ട് ശക്തി കൊടുക്കണോ, പാടുക നല്ല ശക്തി കൊടുക്കണോ, ജിബ്രീലിനെ കൊണ്ട് ശക്തി കൊടു, നല്ല ആകർഷകമായ ശൈലിയിൽ പാടുകയുള്ള ശക്തി കൊടു ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആർന്നാണ് കണ്ടായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ചൊല്ലുന്നു. അപ്പോൾ ഇതിൽ കൂടെ മനസ്സിലാവുന്നത് പള്ളിയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പാടുന്നത് അത് ഇന്ത്യ ഇന്നാലെ തുടങ്ങിയതല്ല എന്ന് മാത്രമല്ല. പിന്നെ ബുഖാരി അടക്കമുള്ള പല ഗ്രന്ഥത്തിൽ നമുക്ക് കാണും. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ്, "കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൻസിബു ലി ഹസ്സാനിൻ മിമ്പറൻ ഫിൽ മസ്ജിദി." ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വെച്ചിട്ട് പാടുകയായിട്ട് മദ്ഹ് പാടുകയായിട്ട് ഒരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ ഒരു ഭവ്യമായ പരമ്പര അത് പണ്ട് മദീനത്തിൽ തുടങ്ങിയത് ഇപ്പോഴും അത് പാരമ്പരികമായിട്ട് നാളെ എല്ലാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ വിശ്വാസത്തിൽ ജീവിക്കുന്നതായ മുഅ്മിനീങ്ങൾക്കുള്ള പള്ളിയിൽ ഇപ്പം ആ പാരമ്പര്യം മുൻപറിഞ്ഞിട്ടുണ്ടോ? ബിദ്അത്തിന്റെ പള്ളിയിൽ ഇത് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അപ്പോൾ ഹക്കിന്റെ മേൽ ആറുണ്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കൂ. ഇതൊരു ഉദാഹരണമേയാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആദർശത്തിൽ ഉറച്ചു ജീവിക്കും. നമുക്കും നാളെ വംശ പാരമ്പര്യത്തിൽ അള്ളാഹു മുൻവരിക്കും. ഇത് തൗഫീഖ് തന്നാണ് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.